യേശുവെ സ്തുതി, യേശുവെ ആരാധന. എൻ്റെ പേര് സ്നേഹ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് സ്റ്റീവ് ലോയിഡ്സ്. അതെൻ്റെ മകൾ മാഗ്ദലിൻ. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ ഫിലിപ്പീൻസിൽ MBBS പഠിച്ച് 2020 ഗ്രാജുവേറ്റായി. ഞാൻ ഇവിടെ നവംബർ 2019 വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഗ്രാജുവേഷൻ സമയത്ത് ഒരു പ്രശ്നമില്ലാതെ ഗ്രാജുവേറ്റ് ആകാനും എക്സ്റ്റൻഷനൊന്നും വരാതിരിക്കാനും വേണ്ടിയായിരുന്നു. ആ സമയം തന്നെ കോവിഡൊക്കെ വന്നു, വലിയ ഇഷ്യൂ ഒക്കെ ആയി. പക്ഷേ ദൈവകൃപ കൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ 2020 തന്നെ ഗ്രാജുവേറ്റായി ഞങ്ങൾ നാട്ടിൽ വരികയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഞാൻ പുള്ളിക്കാരനെ കണ്ടുമുട്ടുന്നത് 2018 അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസായിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പയ്യനെ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയൊന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടുകാർ അതൊരു ഇഷ്യൂ ആക്കാതെ, നീ പ്രാർത്ഥിക്ക്, ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്ക്, ദൈവനിശ്ചയമാണെങ്കിൽ അത് നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അത് ശരി, ഓക്കെ, ഈ ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് അത് ആ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കല്യാണമായി. ഇപ്പോൾ ദൈവകൃപയിൽ ഒരു മകളുമുണ്ട്. മൂന്നാമത്, ഞാൻ ഗ്രാജുവേറ്റായി വന്നതിന് ശേഷം ഞങ്ങളിവിടെ ഒരു എക്സാം എഴുതണമായിരുന്നു, FMG എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ എക്സാം വന്നിട്ട് വർഷത്തിൽ 2 പ്രാവശ്യം തന്നെ നടക്കത്തുണ്ട്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു, ഫെയിലായി. രണ്ടാമത് എഴുതി, വീണ്ടും ഫെയിലായി. മൂന്നാമതായി, നാലാമത്, അഞ്ചാമത്, ആറാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതി. അതിനു മുമ്പ്, ആറാമത്തെ എക്സാം എഴുതുന്നതിന് മുൻപായിട്ട് ഞാൻ വന്നു വീണ്ടും എൻ്റെ ഉടമ്പടിയുടെ കാര്യം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇങ്ങനെ ഒരു ഉടമ്പടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നതിന് ഞാൻ മറന്നുപോയതും അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നാൽ ഞാൻ വീണ്ടും വന്ന് ആറാമത്തെ പ്രാവശ്യത്തിന് ആവുമ്പോൾ സെപ്റ്റംബർ, എനിക്ക് ഡിസംബർ എക്സാം ഉണ്ടായിരുന്നു. പോയ സെപ്റ്റംബറിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുപ്പിച്ച്, എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നിട്ടും അത്രയും പഠിച്ചിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ലെന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പഠിച്ചു, അവരൊക്കെ ഒരു ദാമ്പം, എനിക്ക് അവരടുത്ത് സംസാരിക്കാൻ പോലും ഒരു വിഷമവും മടിയുമായിരുന്നു. പിന്നെ ഇവിടെ വന്നു കരഞ്ഞ് ഏത് പള്ളിയിൽ പോയാലും കരയും. എന്തിനെ കരച്ച് വരുന്നെന്ന് കേട്ടാൽ പോലും അറിയുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, ഉടമ്പടിയിൽ വീണ്ടും വച്ചു, എനിക്ക് പ്രാവശ്യമെങ്കിലും, ഇതിനപ്പുറം എനിക്ക് കരയാണ്ട് ബലവുമില്ല, വീണ്ടും എഴുതാണ്ട് ആരോഗ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഓരോ ദിവസം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് എക്സാം എഴുതി. റിസൾട്ട് ഫെബ്രുവരി 6 വന്നു. എക്സാം പാസ്സായി. യേശുവിൻ്റെ കൃപയിൽ 6ാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം പാസ്സായി. ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ജസ്റ്റ് പ്രാക്ടീഷണറായിട്ട് പോവുകയാണ് ദൈവകൃപ കൊണ്ട്. പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്ത സമയത്തൊക്കെ ഞാൻ പത്രങ്ങൾ വാങ്ങുകയും അത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പങ്കുവയ്ക്കുകയും കൊടുക്കുകയും, ഞാൻ കോളേജിലായിരുന്നപ്പോൾ പോലും എനിക്ക് എൻ്റെ പപ്പയെന്നും അമ്മയെന്നും കിട്ടിയ അനുഭവങ്ങൾ ഞാൻ അപ്പോഴും പങ്കുവയ്ക്കുമായിരുന്നു. ഈ കൃപാസനത്തെക്കുറിച്ചായിരുന്നാലും എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒരു കാര്യമായിട്ട് പറയുകയും, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നിറയെ പേര് പാസ്സായിട്ടുണ്ട്. പക്ഷെ അവരൊപ്പം എഴുതി ഞാൻ പാസ്സാവാത്തപ്പോഴാണ് എനിക്ക് ഏറ്റവും വിഷമം വന്നത്. പിന്നെ എന്നിട്ടും ഞാൻ ഓരോ പ്രാവശ്യം ഫെയിലാകുമ്പോഴും എന്തോ ഒരു ധൈര്യം കൂടിക്കൂടി വന്നു. പക്ഷേ എന്നാലും 6ാമത്തെ പ്രാവശ്യമായപ്പം എനിക്കങ്ങ് തല കാണിക്കാൻ ഒരു മടി എല്ലാവരുടെ അടുത്തും. അങ്ങനെ ഒരു അവസ്ഥയിലായപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇതിനപ്പുറം പറ്റത്തില്ല, നീ നോക്കിക്കോ, ഇതിനപ്പുറം എന്നെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ യേശോപ്പയുടെ കയ്യിൽ അത് വിട്ടുകൊടുത്തതും യേശോപ്പ അത് ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി അത് സാധിച്ചു തന്നതും. യേശുവിന് നന്ദി. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ഫിലിപ്പീൻസിൽ നിന്ന് MBBS പാസ്സായ ഒരു ഡോക്ടറിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ശ്രവിച്ചത്. കൃപാസനത്തിലൂടെ കടന്നു വന്ന് 2019 മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ളത്. അന്ന് വെച്ച നിയോഗങ്ങളെല്ലാം നടന്നു. അങ്ങനെ പ്രാർത്ഥനയുമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്താണ് വിദേശത്ത് MBBS പഠിച്ചവർക്ക് ഇവിടുത്തെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം പാസ്സായി മാത്രമേ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാം 5 തവണ ഫെയിലായി.
അപ്പോഴാണ് ദൈവമാതാവ് ഈ മകളെ ഓർമ്മിപ്പിച്ചത്, ഈ ഉടമ്പടിയിലാണല്ലോ, എന്തിന് ഇങ്ങനെ വിഷമിക്കുന്നു. അങ്ങനെയാണ് കൃപാസനത്തോട് കടന്നു വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥനയുടെ ഫലമായിട്ട് 6ാമത്തെ തവണ FMG എക്സാം ക്ലിയർ ചെയ്യാനും ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് നമ്മളോട് സാക്ഷ്യത്തിൽ പങ്കുവച്ചത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവപിതാവിനെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.